ഹലോ ഗായ്സ്, തലവൻ നമ്മുടെ ബിജു മേനോനും ആസിഫ് അലിയും അഭിനയിച്ച സിനിമ. ത്രില്ലർ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്, പക്ഷെ എനിക്ക് അത്ര ത്രില്ലറൊന്നും ഫീൽ ചെയ്തില്ല. കട്ട ക്ലീശേ ത്രില്ലർ മൂവി. ഒരു ത്രില്ലടിപ്പിക്കുന്ന ഒരു സംഭവമോ ഒരു ട്വിസ്റ്റോ ഒരു എന്താ പറയുക ഒരു ക്ലൈമാക്സോ ഒന്നുമില്ല ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫീൽ ഗുഡിൻ്റെ മന്നനായ നമ്മുടെ ജിസ് ജോയാണ്. മറ്റേ അല്ലു അർജുൻ സാറിനൊക്കെ നമ്മുടെ ശബ്ദം കൊടുക്കുന്ന ആളാണ് പുള്ളി ഒരു ത്രില്ലർ പരീക്ഷിച്ചതാണ് ഈ ഒരു പുതിയ സിനിമയിൽ. പുള്ളിയാണോ ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കണേന്ന് അറിയില്ല. പുള്ളിയാണ് ഈ സിനിമയുടെ സംവിധാനം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡയലോഗ് എഴുതിയ പുള്ളിയാണെന്ന് തോന്നുന്നത്. എനിക്കിതൊരു ഇത്ര വലിയ ത്രില്ലർ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു അത്യാവശ്യം ഒരു ക്ലീശേ പരിപാടി തന്നെ പിന്നെയും ഇട്ട് ഒരു അച്ചിലിട്ട് എടുത്ത പോലത്തെ ഒരു സിനിമയായിട്ട് തോന്നി ഞാൻ ഈ സിനിമ റിലീസായി കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ കാണുന്നത്. ഏകദേശം ഒരു 8 ദിവസത്തോളം ഇതെടുത്തിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ നല്ലൊരു പോസിറ്റീവൊക്കെ മറ്റുള്ളവർ പറയണ കേട്ടിട്ടാണ് പോയി കണ്ടത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ സിനിമ വലിയ കട്ട ത്രില്ലറായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. ഇതൊരു ക്ലീശേ സബ്ജക്റ്റ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പോസിറ്റീവായിട്ട് പറയാനുള്ളത് ബിജു മേനോൻ, ആസിഫ് അലി ഇവരുടെ കൊടുത്ത വേഷം ഇവർ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരക്കഥ അത്ര ഒരു ബലക്കുറവുള്ളതുകൊണ്ട് ഈ സിനിമ വർക്കായില്ലെന്ന് തന്നെ പറയാം. ആസിഫ് അലി ബെസ്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു മേനോൻ ഇപ്പോൾ എല്ലാ സിനിമകളിലും ഇപ്പോൾ ഒരു പോലീസ് വേഷമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ അയ്യപ്പനും കോശി, തുണ്ട് ഈ സിനിമ. അപ്പോൾ പുള്ളിക്കൊരു പോലീസ് വേഷം എല്ലാം നല്ല മികച്ച രീതിയിൽ തന്നെ ചേരുന്ന ഒന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്താന്ന് പറഞ്ഞാൽ തിരക്കഥയുടെ ഒരു ബലക്കുറവിൻ്റെ ഒരു പ്രശ്നം ഈ സിനിമക്കുണ്ട്. പിന്നെ ഒരു സാധാ ഒരു സംഭവമായിട്ട് തോന്നിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ വേണ്ടത്ര ത്രില്ലിംഗ് ഒന്നും കിട്ടില്ല. വില്ലനൊക്കെ വെറുതെയാണ്. അത്യാവശ്യം ഒരു കലിപ്പുള്ളൊരു വില്ലനൊന്നും അല്ല. എന്തിനാ വേണ്ടി തിളക്കുന്ന വില്ലൻ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് സെക്കൻഡ് പാർട്ടൊക്കെ ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു പ്രശ്നമാണ്. സെക്കൻഡ് പാർട്ട് ഒരു ആവശ്യമില്ല. ഇത് ഇവിടെ തീരേണ്ട ഒരു കഥയാണ്. ഇതിലെന്തൊരു സെക്കൻഡ് പാർട്ട്? അതിൻ്റെ ആവശ്യമില്ല. വെറുതെ സിനിമ കഥ അവസാനിപ്പിക്കാനൊന്നുമില്ലെങ്കിൽ ഈ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നൊക്കെ കാണിച്ച് രോമം എണീപ്പിക്കുന്നൊരു പരിപാടിയാണ്. പക്ഷെ ഇതിൽ ഒട്ടും വർക്കായില്ല ആ സംഭവം. ഈ സിനിമയെ വർക്കായിട്ടില്ല. പിന്നെ ഇതിൻ്റെ കഥ വെറുതെ മേക്ക് ചെയ്ത സംഭവമൊക്കെ കൊള്ളാം. പക്ഷേ എടുത്ത രീതികളൊക്കെ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നല്ല രീതിക്കാണ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സ്ക്രിപ്റ്റ് ഒന്നും കൂടി പണിതിട്ടെടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു ഈ സിനിമ. പിന്നെ നമുക്ക് ഈ ത്രില്ലർ സിനിമകളിലൊക്കെ കിട്ടുന്നൊരു സാധനമാണ് ഇങ്ങനെ സംശയിക്കാനായിട്ട് ഒരു ആളുടെ ഫേസ് ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കും. ഇവനായിരിക്കും. പിന്നെ ഒരു ബന്ധമില്ലാത്തൊരുത്തനൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ആളായിട്ട് വരുന്നത്. വില്ലനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല. പക്ഷെ ഇത് വില്ലൻ ശോകമായിപ്പോയി. വില്ലൻ്റെ ഒരു ആക്ടിങ്ങും വളരെ വർക്കൗട്ട് ആയില്ലെന്ന് തന്നെ പറയാം. ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത വില്ലൻ. കാരണം അത് വില്ലനെ ഇടുമ്പോൾ ഒരു സംഭവമുണ്ട്. ഒരു സംശയം തോന്നാത്ത ഒരാളെ വേണമല്ലോ ഇടാനായിട്ട്. അപ്പോൾ ആ രീതിക്ക് ഓക്കെ. പക്ഷെ അത് വില്ലനൊരു നല്ലൊരു പെർഫോമൻസ് ഇല്ല. പിന്നെ ഇതിനകത്ത് സൈക്കോ വില്ലനാക്കാൻ നോക്കി. സൈക്കോകൾക്ക് വലിയ പ്രത്യേകിച്ച് സൈക്കോ വില്ലനായിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രത്യേകിച്ചൊരു കഥയോ ഇതൊന്നും വേണ്ടെന്നാണുള്ളൊരു ഇത്. പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വേണം. ഇത് ഒരു തേങ്ങയില്ലേ ഈ ഒരു സിനിമയിൽ. എനിക്ക് വലിയ ഒരു മോശം ത്രില്ലറായിട്ട് തോന്നി ഈ ഒരു സിനിമ. എനിക്ക് ആ ഒരു എന്തിനോ വേണ്ടി പടച്ചു വിട്ട ഒരു സിനിമ. ജിസ് ജോയ് നിങ്ങൾ ത്രില്ലർ എടുത്തു ഒരേ പാറ്റേൺ ചെയ്യേണ്ടെന്ന് എഴുതി ആ ഒരു പരീക്ഷണത്തിനും മുതിർന്നതിന് ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഒരു നല്ല ത്രില്ലർ ഉണ്ടാക്കായിരുന്നു. അത്ര ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഈ സിനിമ വർക്കായില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിനെക്കാളും വലിയ ത്രില്ലറുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് തന്നെ പിന്നെയും ഇട്ട് കാണിക്കാൻ എനിക്ക് മറ്റേ അന്വേഷിപ്പിക്കും കണ്ടെത്തുവിൻ്റെ ആ ഒരു സംഭവമൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു സാധാ ഒരു ബേസിലുള്ള കഥയാണെങ്കിൽ പോലും എനിക്കതൊരു ത്രില്ലിങ് തോന്നിയിരുന്നു. അതിൻ്റെ ഒരു മേക്കിങ്ങിലൊക്കെ ഒരു ത്രില്ലിങ് സെറ്റപ്പ് തോന്നിയിരുന്നു. പക്ഷെ ഇതിനകത്ത്
നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ടറിനെ കിട്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇത് വെറുതെ ത്രില്ലർ എന്ന് പറഞ്ഞ് കണ്ടിരിക്കുക, ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ കണ്ടിരിക്കുക, അല്ലാതെ ഒരു സാധനം ഇതിനകത്ത് എനിക്ക് കിട്ടിയില്ല. അപ്പം എന്നെ ഈ സിനിമ വളരെയോട്ട് നിരാശപ്പെടുത്തി. അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ത്രില്ലർ എന്ന് കാണിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒരു സാധനം കൊടുക്കും, ടുടുക്കുടു 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 ടുടുക്കുടു, എല്ലാത്തിനും കാണാൻ എന്താ ഇത്, എല്ലാത്തിനും കണ്ട് കണ്ട് മടുത്ത് ഈ ഒരു ട്യൂൺ കേട്ട് കേട്ട്, ബീജം കേട്ട് കേട്ട്. അപ്പോൾ ത്രില്ലറാണെന്ന് നമ്മളെ തന്നെ പൊട്ടന്മാരാക്കി പ്രേക്ഷകരെ പറ്റിച്ച് ത്രില്ലറാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പരിപാടിയാണ്. ഇതൊരു തേങ്ങയില്ലേ ഒരു സിനിമയിൽ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു മൂഞ്ചിയ ത്രില്ലർ എന്ന് ഈ സിനിമേനെ എനിക്ക് പറയാം. തലവൻ നല്ലൊരു മൂഞ്ചിയ പടമായിട്ട് എനിക്ക് തോന്നി. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്നാൽ കാണുന്നവർക്ക്, ആഗ്രഹമുള്ളവർക്ക് സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ, ബൈ.